ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൺറൈസ് ലൈഫ് സ്റ്റൈൽ. ഞാൻ ഇന്ന് പുതിയ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് പെപ്പർ റോസ്റ്റ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ തുണ്ടുകളായിട്ട് അറുത്ത് വെച്ചിരിക്കുക. ഇനി ഇത് ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യമുള്ള പെപ്പർ ഇത് വന്ന് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മതി. പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിരിക്കും. ഗരം മസാല വന്ന് 1 ടേബിൾ സ്പൂണും ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെച്ചിരിക്കുന്നു. പിന്നെ മുളക് പൊടി കശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഗ്രീൻ ചില്ലി 4 എണ്ണം വഴറ്റാനിട്ടുള്ളത്, പിന്നെ ഇത് ഗ്രീൻ ചില്ലി അല്ല, ഇത് വന്ന് കറി ലീവ്സ് ഇതിനുള്ളതാണ്. പിന്നെ ഇത് അവസാനം വഴറ്റാനായിട്ട് നമുക്ക് ഈ ഗ്രീൻ ചില്ലിയിലൂടെ വഴറ്റാനായിട്ട് നമുക്ക് കുറച്ച് ഇത് ചെറിയ ഉള്ളിയാണ് ആവശ്യത്തിനുള്ള. ചെറിയ ഉള്ളി 1 കപ്പ് എടുത്ത് വച്ചിരിക്കുന്നു. പിന്നെ ഇതും ചെറുതായിട്ട് ഒരു ഗാർലിക് കുറച്ച് വഴറ്റാനിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി, ജിഞ്ചർ, ഗാർലിക്, പിന്നെ കറിവേപ്പില. ഇത് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി ചേർത്ത് ഇളക്കുക. ഇതിനെ നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 10 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാൻ അടുപ്പിൽ വച്ചേക്കും. ഇപ്പോൾ ഞാൻ അടുപ്പിൽ വച്ചിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം നമ്മൾ വിസിലിടുക. വിസിലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്തിടുകയാണ്. ഇത് ആറിയതിന് ശേഷം നമുക്ക് ഇനി വഴറ്റാനിട്ട് ഒരു ചട്ടിയിലാണ് ഞാൻ എടുക്കുന്നത്. ചട്ടിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല സ്മൂത്തായിട്ട് നന്നായിരിക്കും ഈ ഇറച്ചി ചട്ടിയിൽ വയ്ക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ വച്ചിരിക്കുക. അതിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കണം. കടുക് ഇട്ടിട്ടുണ്ട്. ഇത് കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്ന ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പിട്ട് ചേർത്ത് വഴറ്റുമ്പോൾ വേഗം ബ്രൗൺ കളറായി വരും. ബ്രൗൺ കളറാകുന്നവരെ ഇച്ചിരി നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ ബ്രൗൺ വന്നിട്ടുണ്ട്, ബ്രൗൺ നിറമായിട്ടുണ്ട് ലൈറ്റായിട്ട്. അതിൻ്റെ കൂടെ ഗ്രീൻ ചില്ലിയും ഗാർലിക്കും കൂടെ ചേർത്തിട്ട് വഴറ്റുക. ഇത് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കുറച്ച് ശകലം കറിവേപ്പില മണത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വഴന്ന് കിട്ടണം. നമുക്ക് ഡ്രൈ ആകണം. കാരണം നമുക്ക് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ഡ്രൈ ആയി വരേണ്ടത്. അതുകൊണ്ട് ഈ വെള്ളം കുറച്ച് ഞാൻ കുക്കറിലിട്ടപ്പം ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തത്. എന്നാലും ശകലം അത് ഇതായി വന്നിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈ ആയി
വരണം, നല്ല ഈ ചാറൊക്കെ അങ്ങ് നല്ല വറ്റി വരണം. ഇപ്പോൾ നമുക്ക് നല്ല മണം വരുന്നുണ്ട്. ഡ്രൈ ആയിട്ടുണ്ട്. അത് നോക്കി ഇത്രയ്ക്കും ഡ്രൈ ആകണം. റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രൈ ആകണം. ഇത്രയും ഡ്രൈ ആയിട്ടുണ്ട്. എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇതിന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.